ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ ബൂന്തി ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതുതായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കേക്കിനൊക്കെ എടുക്കുന്ന പോലെ ലെവലാക്കിയല്ല എടുത്തിട്ടുള്ളത്, ടാപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ 125 ഗ്രാം ഉണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഓറഞ്ച് റെഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ഗീയും കൂടി ചേർക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആദ്യം കുറച്ച് ചേർത്ത് ഇതൊന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. ദോശമാവിനേക്കാളും അല്പം ലൂസായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് അല്പം കൂടി തിക്കാവും. അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. അപ്പോൾ 1 കപ്പ് എടുത്ത് വെച്ചതിൽ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം എനിക്ക് ബാക്കി ഉണ്ടായിട്ടുള്ളത്. ഇനി ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള അരിപ്പ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹോൾ അല്പം വലുതായതുകൊണ്ട് ഞാൻ ഇതേപോലെയുള്ള കപ്പിൽ കുറച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ചൂടാകാൻ വെക്കാം. ഓയിൽ നന്നായി ചൂടാവണം. ചൂടായ ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് കോരിയെടുക്കണം. ഇത് ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കോരിയെടുക്കുമ്പോൾ അല്പം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണ കുടിക്കുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് ഒഴിക്കുമ്പോഴും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. പക്ഷെ ഒഴിക്കുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അതേപോലെ കോരുന്ന സമയത്ത് അല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കണം. അങ്ങനെ ബൂന്തിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ കടലമാവ് എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ പഞ്ചസാര എടുത്തു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പകുതി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഒരു 3-4 ഏലക്കായും 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യാം. ഇനി ഈ ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വരണം. ഇത് ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സ്റ്റേജ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു നൂൽ പൈവ അങ്ങനെയൊന്നും ആവണ്ട. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയൊക്കെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഈ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വറ്റി വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ വെക്കാം. അരമണിക്കൂറിന് ശേഷമുള്ള കൺസിസ്റ്റൻസിയാണിത്. ഇനി ഇതിലേക്ക് അല്പം കാഷ്യൂസും അതേപോലെ മെലൺ സീഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ലഡു ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി കയ്യിൽ അല്പം ഗീ ഒന്ന് തടവി കൊടുക്കുക. ഇനി എല്ലാം ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഇതേപോലെയുള്ള ഒരു കുഴിയുള്ള സ്പൂണിൽ എടുത്തിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ അധികം പ്രഷർ കൊടുക്കാതെ ഉരുട്ടിയെടുക്കണം. ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 16 ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിലും ഒരു 5-6 മണിക്കൂറിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് 5-6 മണിക്കൂറിന് ശേഷമുള്ള ലഡുവാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.